ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ nicolasnila.com പുതിയ 2 സ്കാനറിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആ ഒരു സ്കാനേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മൾ nicolasnila.com പോയി കഴിഞ്ഞാൽ സ്ക്രീനർ സെക്ഷനിൽ ഫയേഴ്സ് OHL സ്കാനർ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലോഗിൻ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു ഫയർസിൻ്റെ API ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്കാനർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫയർസിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ myapi.fires.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫയർസിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ, അതായത് myapi.fires.in നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾറെഡി ഇവിടെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആപ്പ് എന്ന് കൊടുക്കാം. ഇത് നമുക്കിവിടെ ആപ്പിന് ഏതെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് റീഡയറക്റ്റ് URL കാണാൻ സാധിക്കും. ആ ഒരു URL ജസ്റ്റ് ഈ ഒരു URL കോപ്പി ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ URL നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഈ ഒരു URL ഇവിടെ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ആപ്പ് കൊടുക്കാം, ആപ്പ് നെയിം കൊടുക്കാം, myapi. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. റീഡയറക്റ്റ് URL ഇത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻ ഇൻഫോ, ഓർഡർ പ്ലേസ്മെൻറ്റ്, ഇതൊക്കെ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അക്സെപ്റ്റ് കൊടുക്കാം. ഇനി ക്രിയേറ്റ് ആപ്പ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. myapi നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആപ്പാണ്. അപ്പോൾ ഇതാണ് ആപ്പ് ID. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മുടെ സീക്രട്ട് ID ആണ്, അതിതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ജനറേറ്റ് ഓതറൈസേഷൻ URL ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ അക്സെപ്റ്റ് കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി. ഈ ഒരു കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാം, Ctrl+V ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ലോഗിൻ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ലോഗിൻ സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും. ഇനി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ ഓൾ കാണാം. ഇപ്പോൾ എല്ലാ സ്റ്റോക്സുകളും അതിൻ്റെ ഓപ്പൺ ഹൈ ലോ വാല്യൂസ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഓപ്പൺ സിക്കിൾ ടു ഹൈ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് OHL ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ OHL ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ ഇവിടെ വരുന്നതാണ്. ഇത് നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ OHL ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രേഡിംഗ് വ്യൂ ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതാണ്. നമുക്കിവിടെ ആ ഒരു ടൈം ഫ്രെയിം ഒക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏത് സ്റ്റോക്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ ചാർട്ട് ഓപ്പൺ ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ബൈയും സെല്ലും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇവിടെ ബൈ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. അതുപോലെ സെല്ലാണ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു സെൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക, ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ബൈയും സെല്ലും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് OHL സ്കാനറാണ്, ഓപ്പൺ സിക്കിൾ ടു ഹൈ, ഓപ്പൺ സിക്കിൾ ലോ സ്കാനറാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സിൽ ഓപ്പൺ സിക്കിൾ ഹൈ, ഓപ്പൺ സിക്കിൾ ലോ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ലൈവ് ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു സ്ക്രീനറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ഫയേഴ്സ് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ സ്ക്രീനർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓതറൈസേഷൻ കോഡ് വേണം. ജസ്റ്റ് നമ്മൾ ആദ്യം ഈ ഒരു ഓതറൈസേഷൻ കോഡ് തന്നെ മതി. ജസ്റ്റ് കോപ്പി ചെയ്യാം, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ലോഗിൻ കൊടുക്കാം. ലോഗിൻ സക്സസ്ഫുൾ കാണിക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ സ്റ്റോക്സാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നൊരു സ്റ്റോക്സും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇനി ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. ജസ്റ്റ് ഗ്യാപ്പ് ഡൗൺ നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 3 സ്റ്റോക്സുകളാണ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതിലൊന്ന് ഗ്യാപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ചാർട്ട്. കണ്ടോ, നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പിന്നെ ടെക്കം ഉണ്ട്, അതും ഗ്യാപ്പ് ഡൗൺ ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കേട്ടോ, ഗ്യാപ്പ് ഡൗൺ ആണ്. ഇൻഫി, അപ്പോൾ അതും ഗ്യാപ്പ് ഡൗൺ ആണ്. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്കത് സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. ആ ഒരു ക്വാണ്ടിറ്റി അടിച്ച് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ടെർമിനലിലേക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ആവുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഓർഡർ വന്നിട്ട് കാണാം. കണ്ടോ, ഓർഡർ റിജക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ പ്ലേസ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഈ 2 പുതിയ സ്കാനേഴ്സാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫയർഡ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്കാനർ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ ഫയർഡ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ myapi.firedz.in പോവാം. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു URL മാത്രം കൊടുത്താൽ മതി. ആ URL നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫയർഡ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നമുക്ക് ഫയർഡ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് തന്നെ ഫയർഡ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.